ഹായ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് എൻ്റെ മോൻ്റെ സ്കൂൾക്ക് പോവാണ് കേട്ടോ. മോനിന്ന് ഒരു പ്രസംഗമുണ്ട് സ്കൂളിൽ നിന്ന്. ആർട്സാണ്. അപ്പോൾ പ്രസംഗമുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ മോൻ്റെയിലേറെ ടെൻഷനാണ് കേട്ടോ. എനിക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ഓനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാ പറയണേ. അള്ളാഹു അല്ല എന്താവോ. കഴിഞ്ഞ പ്രാവശ്യം ഓന് കഥാപ്രസംഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷാ അള്ളാ ഓന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്കൂൾക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം. ഓൻ 6ാം ക്ലാസ്സിലാണ് കേട്ടോ. അടക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി, ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എങ്കിലും ഞങ്ങളിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഓട്ടോക്കാണ് പോണത്. ഒരു 10 മിനിറ്റ് നടന്നാൽ സ്കൂളിലെത്തും. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിലെത്തിയപ്പോഴാണ് പാസ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോയി പാസ് എടുത്തു. ഒരു കുട്ടിൻ്റെ പരിപാടി കാണാൻ 2 പാസ്സാണ് കിട്ടുക. പാരൻസിന് മാത്രമേ പരിപാടിക്ക് വരാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ ആരും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കയറ്റൂല. നമ്മളൊക്കെ പഠിച്ച കാലത്ത് യൂത്ത് ബസ്സിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ പരിപാടിക്ക്. പക്ഷേ ഇവിടെ അങ്ങനെ കയറ്റൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ആർട്സ് സ്പോർട്സ് സമയത്താണല്ലോ നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെ കച്ചറ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതുപോലത്തെ കച്ചറയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ പൊതുവെ എല്ലാ കാര്യത്തിനും ഭയങ്കര ചിട്ടുള്ളൊരു സ്കൂളാണ് കേട്ടോ അടക്കാക്കുണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും മിസ്സ് ഞങ്ങളോട് ഒരു 15 മിനിറ്റ് മുമ്പ് നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഓൺ ദ സ്പോട്ടിലാണല്ലോ പ്രസംഗത്തിന് വിഷയം കൊടുക്കുക. അപ്പോൾ അവന് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ പ്രസക്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് കേട്ടോ. 15 മുമ്പാണ് നമുക്ക് വിഷയം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് തയ്യാറായിട്ട് നിൽക്കണം. അപ്പോൾ 3ാം വേദിയിലാണ് അവൻ്റെ പ്രസംഗം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേദി 3ലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ പ്രസംഗം കേട്ടോക്കാം. നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മങ്ങുന്ന മലയാളം മാറുന്ന കേരളം എന്നുള്ളതാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. കാടും മലയും പുഴവും മലയും ഒക്കെ കൊണ്ട് സമ്പന്നമായത്. നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ശുദ്ധവായും ശുദ്ധജലം എല്ലാം ഇവിടെയുണ്ട്. ഇത്തരത്തിൽ സാമൂഹികമായും സാംസ്കാരികമായും കായികമായും കലാപരമായും തുടങ്ങിയ എല്ലാ മേഖലകളിലും കേരളം എന്ന് പറയുന്നത് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, നാം ഈ 2020 കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കേരളം ഓരോ നിമിഷവും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും നൂതന ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടും സാംസ്കാരികമായിട്ടുള്ള ഉന്നതികൾ കൊണ്ടും നവോത്ഥാന കിരണങ്ങളെ ഏറ്റുവാങ്ങി മുന്നേറുന്ന കേരളത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സുപ്രധാന വിഷയമാണ് മങ്ങുന്ന മലയാളം മാറുന്ന കേരളം എന്നുള്ളത്. നാം എവരുടെയും മാതൃഭാഷയാണ് മധുരമൂറുന്ന മലയാളം. കുഞ്ഞിനുമാഷ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ 56 അക്ഷരപര മലയാളം അമ്മ എന്ന 2 അക്ഷരമാണ് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ കേട്ടുപഴകിയ വാക്യമാനന്ദികൾ നമ്മുടെ അമ്മയെ കുറിച്ചുള്ള ശ്രുതികളെ എത്ര കേട്ടാലും മടുപ്പ് വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് ചുറ്റും ആവർത്തിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ കഴിയുന്നു. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ നാവിന്റെ തുമ്പിൽ അമർത്തിച്ചൊല്ലുന്ന ദിവ്യ ചൈതന്യമാണ് അവന്റെ മാതൃഭാഷ. അമ്മിന്റെ ഭരണബന്ധം നുകരുന്നതും നമ്മുടെ മാതൃഭാഷയാണ്. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഭാഷയ്ക്കാണ് ആദ്യമാകുന്ന അമ്മയാണ്. അത് സ്വന്തം മാതൃഭാഷയിലൂടെയാണ് ദാനം. ആ മാതൃഭാഷയാണ് നമ്മുടെ മലയാളത്തെയാണ് ഇന്നെല്ലാവരും അവഗണിക്കുന്നത്. മലയാളം സംസാരിക്കുന്നത് ഇന്നെല്ലാവർക്കും പുച്ഛമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കൂടുതൽ ഉന്നതികൾ കൈവരിക്കാൻ മറ്റു രാജ്യങ്ങളിൽ പോയി ജീവിച്ചു കുറെ പണം സമ്പാദിക്കാനൊക്കെ മലയാളം എന്തിനു പഠിക്കണമെന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ പ്രസംഗം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന് ഇത്ര പ്രസക്തിയുള്ളതും എന്ന് ഞാൻ കരുതുന്നു. മലയാളം എന്ന് പറയുന്നത് അതിനൊരു ആവശ്യകതയുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ് തിരിച്ചറിവ് ഓരോ പൗരനും ഓരോ മലയാളിക്കും ഉണ്ടാകണം. അങ്ങനെ മലയാളം കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. മലയാളം പഠിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഇത്രയും മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, കൂടുതലായിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല. പ്രസംഗത്തിന് ഓൺ ദ സ്പോട്ട് ആവുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല. HS നിന്ന് ഒരു 10 കുട്ടികളും അതുപോലെ തന്നെ UP നിന്ന് ഒരു 7 കുട്ടികളും, അത്ര കുട്ടികളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും കഴിഞ്ഞിട്ടാണല്ലോ അവർ റിസൾട്ട് പറയാം. അപ്പോൾ അത്രയും നേരം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.